ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരങ്ങളിലൊന്നാണ് നായാട്ടുവിളി ചടങ്ങ്. അയ്യപ്പനും ശ്രീധർമ്മശാസ്താവും തമ്മിലുള്ള ഈ ആശയവിനിമയത്തിന് ശബരിമല ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട്. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള 5 ദിവസമാണ് നായാട്ടുവിളി ചടങ്ങ് ശബരിമലയിൽ നടക്കുന്നത്. അത്താഴ പൂജയ്ക്ക് ശേഷം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാൻ അയ്യപ്പന്റെ എഴുന്നള്ളത്ത് ആരംഭിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ നിലപാട് തറയിൽ എത്തിച്ചേരുകയും ഭഗവാൻ അയ്യപ്പനും ശ്രീ ധർമ്മശാസ്താവും മുഖാമുഖം നിൽക്കുന്ന വേളയിൽ തെക്കോട്ട് നോക്കിക്കൊണ്ട് നായാട്ടുവിളി സംഘം നായാട്ട് വിളിക്കും. മകരം 1 മുതലുള്ള 5 നാളാണ് എഴുന്നള്ളത്തും നായാട്ടുവിളിയും നടക്കുക. തിരുവാഭരണ പേടകത്തിൽ കൊണ്ടുവരുന്ന തലപ്പാറമലയും ഉടുമ്പാറമലയും പ്രതിനിധീകരിച്ച 2 കൊടിക്കൂറോടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. മകരവിളക്ക് ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷം ഈ മണിമണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് പൊന്നു 18-ാം പടിയുടെ താഴെ നിലപാട് തറയിൽ എത്തുമ്പോൾ തെക്കോട്ട് നോക്കി നിന്നാണ് നായാട്ടുവിളി സംഘം നായാട്ട് വിളിക്കുന്നത്. ഗണപതിയും വാണിമാരും കഥകളിൽ കുറെ ചൊല്ലുവാൻ മകരം 1 മുതൽ 5 നാൾ വരെ അതേ രീതിയിലും 5-ാം നാൾ പള്ളിവെട്ട സംഘത്തിന്റെ നേതൃത്വത്തിൽ എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്കും പോകുന്നു. അവിടെ നായാട്ടുവിളിക്ക് ശേഷം എഴുന്നള്ളത്ത് തിരികെ മണിമണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി ചടങ്ങിന് അവസാനമാകും. ജനം, സന്നിധാനം.